ഗൈസ്, ഇന്ന് ഏപ്രിൽ 15 ഏപ്രിൽ 15-ഉം ഏപ്രിൽ 16-നും ബഹ്റൈൻ കാലാവസ്ഥ അറിയിച്ചിരുന്നു. നല്ല കാറ്റ്, മഴ, ഇടിമിന്നൽ, ഇടിവെട്ട് എല്ലാം ഉണ്ടാകുമെന്ന് അറിയിച്ചിരുന്നു. അപ്പോൾ ഇതുവരെ അതായത് ഇപ്പോൾ രാത്രി ഏകദേശം 9:30 മണിയായി. ഇതുവരെ ചെറിയ രീതിയിൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. ചെറിയ പാറ്റിൽ ബഹ്റൈൻ്റെ പലയിടങ്ങളിലായിട്ട് ചെറിയ തോതിൽ കാറ്റുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ രാത്രി ഏകദേശം 9:30 ആയപ്പോൾ ഇതാ നല്ല കാറ്റും അതുപോലെ തന്നെ നല്ല ഇടിമിന്നലും ചെറിയ രീതിയിൽ വന്ന് തുടങ്ങി കേട്ടോ. അപ്പോൾ ഇന്ന് രാത്രി ഏകദേശം 9:30 ആയി. കുറച്ച് സമയം കൂടി കഴിഞ്ഞാൽ നല്ല ഇടിയോട് കൂടിയ മഴ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. ഉണ്ടാകുമെന്ന് കാലാവസ്ഥ നേരത്തെ അറിയിച്ചതാണ്. അപ്പോൾ അതടിസ്ഥാനത്തിൽ സാധാരണ കാലാവസ്ഥ അങ്ങനെയൊക്കെ അറിയിച്ചു കഴിഞ്ഞാൽ സാധാരണ ഉണ്ടാകാറുണ്ട്, എന്നാൽ ചില സമയത്ത് ഉണ്ടാകാറില്ല. നമ്മുടെ നാട്ടിലൊക്കെ കാലാവസ്ഥ ഗവേഷണ കേന്ദ്രം അറിയിക്കുന്നത് മാതിരി തന്നെയാണ്. ചിലപ്പോൾ ഉണ്ടാവും, ചിലപ്പോൾ ഉണ്ടാവില്ല, അങ്ങനെയാണ്. പക്ഷേ ഇതിപ്പോൾ എന്തായാലും ഒരു വരുന്ന ഒരു ലക്ഷണത്തിലേക്ക് തന്നെയാണ്. ഇന്നൊക്കെ വൈകുന്നേരങ്ങളിലൊക്കെ നല്ല കാർമേഘം ഉണ്ടായിരുന്നു. നല്ല കാർമേഘം ഉണ്ടായിരുന്നു. ഇപ്പം ചെറിയ രീതിയിൽ ഇടിമിന്നലും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ്, വാഹനം ഓടിക്കുന്നവരൊക്കെ ശ്രദ്ധിക്കുക. കാരണം നല്ല മഴ ഉണ്ടെങ്കിൽ വാഹനം റോഡിലൂടെ ഓടിക്കുന്നവരൊക്കെ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. ചിലപ്പം നല്ല കോട മഞ്ഞൊക്കെ ഉണ്ടാകും, അതിനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക. നല്ല കാറ്റാട്ടോ. ഞാനിപ്പോൾ ഞാനിപ്പോൾ ഇരിക്കുന്നത് വാഹനത്തിനുള്ളിലാണ്, അതുകൊണ്ടാണ് ശബ്ദമൊന്നും കേൾക്കാത്തത്. നല്ല ചെറിയ രീതിയിൽ പൊടിക്കാറ്റുണ്ട് കേട്ടോ. ഇപ്പോൾ മരങ്ങളുള്ള സ്ഥലങ്ങളിലൊക്കെയാണെങ്കിൽ കറക്റ്റായിട്ട് അതിൻ്റെ ഒരു ഫീലിംഗ് നമുക്ക് അറിയുള്ളൂ കേട്ടോ. നാട്ടിലൊക്കെ പോലെ തന്നെ നല്ല മരങ്ങളൊക്കെ തന്നെ നല്ല രീതിയിൽ കാറ്റ് പിടിച്ചിട്ട് ഇങ്ങനെ ആടി കളിക്കുന്ന ആ ഒരു ഫീൽ ചെയ്യും. മരങ്ങളൊക്കെ ഉള്ള സ്ഥലത്ത്. അല്ലാത്തടത്താണെങ്കിൽ കാറ്റ് അനുഭവപ്പെടും, ചെറിയ രീതിയിൽ പൊടിയൊക്കെ അനുഭവപ്പെടും. പക്ഷേ ഇവിടെ നല്ല മരങ്ങളുള്ള ഈ ഒരു വില്ലൻ്റെ അകത്ത് മരങ്ങളിലുണ്ട്. ഈത്തപ്പന മരമാണ്, മറ്റു മരങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നു കേട്ടോ. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വാഹനം ഓടിക്കുന്നവരും അതുപോലെ തന്നെ പുറത്തിറങ്ങുന്നവരൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. ഇന്നും നാളെയും, അതായത് 16-ാം തീയതിയും 15-ഉം 16-ഉം നല്ല രീതിയിൽ തന്നെ മഴയും കാറ്റൊക്കെ ഉണ്ടാകുമെന്ന് അറിയിച്ചതാണ്. അപ്പം ഗവൺമെൻറ്റിൻ്റെ അറിയിപ്പുകളൊക്കെ നമ്മൾ പരിഗണിക്കുക. പിന്നെ ഇങ്ങനെയുള്ള കാലാവസ്ഥകളൊക്കെ അറിയാൻ ബഹ്റൈൻ ഗവൺമെൻറ്റിൻ്റെ ഒരു ആപ്ലിക്കേഷൻ തന്നെ കേട്ടോ. ഒരു കാലാവസ്ഥ ഒക്കെ അറിയാൻ പറ്റിയ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ്. അപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തവർക്ക് കറക്റ്റായിട്ട് അതിനെപ്പറ്റി അറിയാൻ പറ്റും കേട്ടോ. എപ്പോൾ മഴ തുടങ്ങും, എപ്പോൾ അവസാനിക്കും, എല്ലാ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും അതിൽ കാണിക്കും. പിന്നെ അതോടൊപ്പം തന്നെ നമുക്കിപ്പോൾ നാളെ മഴ ഉണ്ടെങ്കിൽ അത് ഇന്ന് തന്നെ അലർട്ടായിട്ട് അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷനൊക്കെ ആപ്ലിക്കേഷനിലൂടെ നമുക്ക് വരും കേട്ടോ. ബഹ്റൈൻ വെതർ എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. ഓക്കെ, അപ്പോൾ എല്ലാവരും ആ ഒരു ആപ്ലിക്കേഷനൊക്കെ ബഹ്റൈനിലുള്ളവരൊക്കെ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും ഗൈസ്. അതുപോലെ തന്നെ പൊടിക്കാറ്റ് കേട്ടോ, നല്ല പൊടിക്കാറ്റുണ്ട്. അപ്പുറമൊക്കെ കാണാം, ആ ഷോപ്പിൻ്റെ മുൻവശത്തൊക്കെ നല്ല പൊടിക്കാറ്റാണ്. അവിടെ കണ്ട സാധനങ്ങളൊക്കെ ഇങ്ങനെ നല്ല രീതിയിൽ ആടി കളിക്കുന്നു. പുറത്തിറങ്ങിയപ്പോൾ കേട്ടോ അതിൻ്റെ ആ ഒരു കാറ്റിൻ്റെ ഭീകരത നമുക്ക് മനസ്സിലാകുന്നു. ഭയങ്കരം കാറ്റാണ്, നല്ല പൊടിക്കാറ്റുണ്ട്. കാർമേഘമൊക്കെ ഉണ്ടല്ലേ, മേഘം ഇങ്ങനെ പോകുന്നുണ്ടല്ലേ. ആ ഒരു നമ്മുടെ അമ്പിളിമാമനെ ചുറ്റുഭാഗങ്ങനെ മേഘങ്ങളിങ്ങനെ വന്ന് മൂടിക്കൊണ്ടിരിക്കുന്ന ചെറിയ രീതിയിൽ മൂടി അങ്ങനെ പോകുന്നുണ്ടല്ലേ. അപ്പോൾ മാക്സിമം ഞാൻ സൂം ചെയ്തിട്ടുണ്ട് ഉണ്ടല്ലേ. കാർമേഘം അങ്ങനെ മൂടുകയാണ്. നമ്മളെ അമ്പിളിമാമനെ അത് മൂടിക്കൊണ്ടേയിരിക്കുന്നു. ഇപ്പം അപ്രത്യക്ഷമാവും കേട്ടോ. നമ്മളെ അമ്പിളിമാമൻ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഇടിമിന്നൽ ചെറിയ രീതിയിലൊക്കെ ഇങ്ങനെ മാഞ്ഞിപ്പോയി. വീണ്ടും അമ്പിളിമാമൻ പുറത്തോട്ട് തന്നെ വന്നിരിക്കുന്നു. സൂം ചെയ്യുമ്പോൾ ഒരു ക്ലാരിറ്റി കുറച്ച് കുറവുണ്ടാവും കേട്ടോ. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് വാഴ തുറക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. നല്ല പൊടി കയറുന്നുണ്ട്. വീണ്ടും കാറ്റ്. ഞാൻ പറഞ്ഞില്ല, മരങ്ങളുള്ള സ്ഥലങ്ങളിലാട്ടോ നമുക്കത് കറക്റ്റായിട്ട് അറിയാൻ കഴിയും. നല്ല പൊടി, റോട്ടിലൊക്കെ നല്ല പൊടി ഇങ്ങനെ ഓടി കളിക്കുന്നു. അപ്പോൾ ഇന്നും നാളത്തെ ദിവസം നമ്മൾ കണ്ടറിയാൻ വേണ്ടി കേട്ടോ, ബഹ്റൈനിലുള്ള പ്രവാസികൾ പ്രത്യേകിച്ച് നല്ല കാറ്റുണ്ട്. ഇന്നലെ ഒമാനിലൊക്കെ നല്ല ശക്തമായ മഴയായിരുന്നു. ഇന്നലെ ഒമാനിൽ
12 പേര് മരണപ്പെട്ട വിവരങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞതാണ്. അതിലൊരു മലയാളി ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ അതുപോലൊന്നും നമ്മുടെ ബഹ്റൈനിൽ വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഗൈസ്, ഇതാണ് കേട്ടോ നമ്മുടെ ഷോപ്പ്. ഞാൻ ഒരുപാട് വീഡിയോയിൽ കാണിച്ചതാണ്. ബോളുകളൊക്കെ നമ്മൾ പുറത്തോട്ട് തൂക്കുന്നതാണ്. ഈ പ്രാവശ്യം നമ്മൾ അകത്തോട്ടാണ് തൂക്കി വെച്ചിരിക്കുന്നത്.